ശ്രീമദ് ഭാഗവതം ക്ലാസ് 250. നമ്മളിന്ന് സ്കന്ധ 10 ആദ്യ ഭാഗത്തിൽ 48ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അത് അക്രൂരനെ ഹസ്തിനപുരത്തിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 1 ശ്രീ സുഗൻ പറയുകയാണ്, അനന്തരം സർവാത്മാവും എല്ലാത്തിൻ്റെ ആത്മാവായ സർവത്തിൻ്റെ സാക്ഷിയുമായ ഭഗവാൻ തൻ്റെ വാഗ്ദാനം ഓർത്തിട്ട്, പണ്ടൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ആരോട്? സൈരന്ധ്രിയോട്. ആ ശരീരത്തെ പരത്താനുള്ള സാധനം കൊടുത്തില്ല. ആ കൂനിയായിരിക്കുന്ന കൂനി നിവർത്തിക്കൊടുത്ത അവൾ യഥാർത്ഥത്തിൽ രാജാവിനെല്ലാം ഇത് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടി പോകുന്ന സ്ത്രീയാണ്. അപ്പോൾ ആ തരത്തിലുള്ളതാണ്, ഭൗതികതയായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. കാരണം ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ്. ആ സൈരന്ധ്രിക്ക് രതിസുഖത്തെ നൽകുവാനായി അവളുടെ ഗൃഹത്തിലേക്ക് പോയി. അവക്ക് രതിസുഖം നൽകുവാനായിട്ട് എല്ലാത്തിൻ്റെ അന്തരാത്മാവ് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. അത്തരം സ്ത്രീകളുമുണ്ട്. ആ സ്ത്രീകൾക്ക് ആ സ്വഭാവം ഉണ്ടാക്കി കൊടുത്തതും ആ ശക്തിയാണ്. ആ ശക്തി തന്നെയാണ് അത് സാധിപ്പിച്ചു കൊടുക്കുന്നു. ആ നിലയിൽ ഇതിനെ കാണേണ്ടിയുള്ളൂ. പക്ഷേ ആ ശക്തിയെ കഥാപാത്രമായിട്ട് കഥയിൽ വരുമ്പോൾ ആ ശക്തിയെ കൃഷ്ണനായിട്ട് എന്ന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചു. കൃഷ്ണൻ അവർക്ക് രതിസുഖം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. എല്ലാ ആ ശക്തി തന്നെയാണ്. നമ്മൾ ആ ലെവലിലേക്ക് ഉയരാത്തത് കൊണ്ടാണ് നമുക്കിതെന്തെല്ലോ ആയിട്ട് തോന്നുന്നത്. ഇപ്പം 2 അവളെങ്ങനെയാണ് താമസിക്കുന്നത്? സുഖഭോഗ വസ്തുക്കളെല്ലാം ആണ്. അതുകൊണ്ട് 2 പറയുന്നു, വില കൂടിയ ഗൃഹോപകരണങ്ങളെല്ലാം ഉണ്ട്. കാമോദ്യത്തെ ഉയർത്തുന്ന ഉദ്ദീപിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം ഉണ്ട്. മുത്തുമാലകൾ, മെത്തകൾ, ഇരിപ്പിടങ്ങൾ എന്നിവയാലും വിളക്കെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം അലങ്കൃതമായിട്ടാണ് ആ വീട് അവൾ ഇരിക്കുന്നത്. 3 ഗൃഹത്തിലേക്ക് വരുന്ന അദ്ദേഹത്തെ കണ്ടിട്ട്, ശ്രീകൃഷ്ണനെ കണ്ട് ഉണ്ടായ സംഭ്രമത്തോടെ, അവൾക്ക് വലിയ സംഭ്രമമുണ്ടായി കൃഷ്ണന് ഇവിടെ വരാൻ. അവൾ ഉടനെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു തോഴിമാരോടൊത്ത് വിശിഷ്ടമായ ആസനത്തിൽ ഇരുത്തി ഉപചരിച്ചു. വേണ്ട തരത്തിൽ സ്വീകരിച്ചു. അതുപ്രകാരം കൂടെ ആരുമുണ്ട്? ഉദ്ധവരുമുണ്ട്. ഉദ്ധവരും വേണ്ടും വിധം അവളാൽ ഉപചരിക്കപ്പെട്ടവരായി അവൾ കൊടുത്ത ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. ഉദ്ധവർക്ക് ഇരിക്കാനുള്ള സ്ഥലമെല്ലാം കൊടുത്തു. 2 പേരെയും സ്വീകരിച്ചു. ലോകരീതി അനുസരിച്ച് കൃഷ്ണൻ വേഗം തന്നെ വില കൂടിയ ശയ്യയെ പ്രവേശിച്ചു. ലോകരീതി അനുസരിച്ച് എന്താണ് ലോകരീതി? രീതി എന്താണ്? ഇത്തരം വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് അവരുടെ കുടുംബകാര്യങ്ങളോ അധികം ചോദിക്കലൊന്നുമല്ല ചെയ്യുക. സാധാരണ ബന്ധുക്കളെ വീട്ടിൽ വന്നാണ് ആ അച്ഛന് സുഖം തന്നെ, അമ്മക്ക് മക്കളെല്ലാം എന്ത് ചെയ്യുന്നു എന്നെല്ലാം ചോദിക്കും. ഇവിടെ കയറി ചെന്നാൽ ലോകനീതി എന്താണ്? രീതി എന്താണ്? ലോകനീതിയല്ല, ലോകരീതി എന്താണ്? നേരെ അങ്ങ് ശയ്യയിലേക്ക് പോകുക. ഞാൻ പറഞ്ഞു, കൃഷ്ണൻ എന്നത് കാലമാണ് ഓരോ വ്യക്തിയിലൂടെ ഇത് ആക്ട് ചെയ്യുന്നത് എന്ന നിലയിൽ കണ്ടാൽ മതി. അവർക്ക് അങ്ങനെ ഒരു ജീവിതക്രമം, അങ്ങനെ ഒരു ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരാണ് അവർ. ആ നിലയിലാണ്. അപ്പോൾ കൃഷ്ണൻ ആരുടെ ഈ കാലമാകുന്ന ശക്തിക്ക് മനുഷ്യരിൽ നല്ല ചെയ്യുന്നയോ മോറ്റം ചെയ്യുന്നയോ അതിലൊന്നും അത് നോക്കുന്നില്ല. അവർക്ക് എല്ലാം ഒരേ ഭേദഭാവമില്ലാത്തവരാണ്. ഓരോ മനുഷ്യനും ഓരോ ഗുണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ അവർ പോകുന്നു. അതിൻ്റെ പിന്നാലെ കൃഷ്ണൻ തന്നെയാണ് അത് ചെയ്യുന്നതല്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ വേശ്യകൾ എന്നെല്ലാം പറയുമ്പോൾ അതും ആര് തന്നെയാണ്? ആ ശക്തി വിശേഷമാണ്. അങ്ങനെയായി അവർക്ക് അവരുടേതായ ഒരു ജീവിത ശൈലിയിൽ പോകുന്നുണ്ട്. അതും ആ ജീവിതശൈലി ആ ശക്തി കൊടുത്തു തന്നെയാണ്.
അതിൽ ആക്ട് ചെയ്യുന്നതും ആ കൃഷ്ണൻ തന്നെയാണ്. ആ ശക്തിയെയാണ് ഇവിടെ കൃഷ്ണനായിട്ട് കഥയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ നാട്ടിലുള്ള ജനവിഭാഗങ്ങളെയാണ്, അവരുടെ വികാര വിചാരങ്ങളെ, ആഗ്രഹങ്ങളെ, അവരുടെ അഭിലാഷങ്ങളെ, അതെല്ലാമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന. ആ അഭിലാഷം സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആര്? കൃഷ്ണൻ. അങ്ങനെ വിശാലമായ ഒരു അർത്ഥത്തിൽ കാണുമ്പോൾ ഈ അല്ലാതെ കൃഷ്ണൻ ഇതെന്നെല്ലാം പറയുമ്പോൾ നമുക്കെന്തെല്ലോ വിഷമം തോന്നും. എന്തുകൊണ്ടാണ് ഈ വിഷമം തോന്നുന്നത്? കൃഷ്ണൻ വേറെയാള്, മറ്റേത് വേറെയാള്, അവൻ വേറെ, ഇത് ചീത്ത സ്ത്രീ, അത് നല്ല സ്ത്രീ, ഇത് ആർത്തവുള്ള സ്ത്രീ, ഈശ്വരൻ തന്നെ ആർത്തവുള്ള സ്ത്രീനെ കണ്ടുകൂടാ, ഇങ്ങനെയെല്ലാം ചിന്തിച്ചു പോകുന്നതുകൊണ്ടാണ്. ഈ വേദങ്ങള് ഭാഗവതെല്ലാം പറയുന്നത് എല്ലാം ബ്രഹ്മമായി കാണുക. വേശ്യയായിട്ട് വന്നതും ബ്രഹ്മം തന്നെയാണ്. ഭേദഭാവമില്ലാതെ ചിന്തിക്കുക. എല്ലാവരും ഓരോ ജന്മം എടുത്തു, സാഹചര്യങ്ങളുടെ അനുസരിച്ച് അവരങ്ങനെ ജീവിക്കുന്നു. അവരുടെ ജനിതക ഘടന അനുസരിച്ച് അവർ ജീവിക്കുന്നു. അവരുടെ മാനസിക ഘടനയെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അവരവരുടെ വഴിയിൽ പോയിക്കോട്ടെ, മറ്റുള്ള സമൂഹത്തിന് ദോഷമില്ലാതാക്കാതെ നോക്കിക്കൊള്ളുക. പക്ഷെ ആ ശക്തിവിശേഷത്തിന് ഇങ്ങനെ സൃഷ്ടിച്ചതിനെ എല്ലാത്തിനെയും പരിപാലിക്കേണ്ട, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം ആർക്കുണ്ട്? ആ ശക്തിവിശേഷത്തിനുണ്ട്. നമുക്കുള്ള ഈ നമ്മളുടെ അജ്ഞത മൂലമാണ് അതങ്ങനെ, ഇത് നല്ല ആള്, ഇത് മോശമാള് എന്നെല്ലാം തോന്നുന്നത്. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കിത് തോന്നും. ഇത് മാറണം. ഇത് മാറാതെ ഇടത്തോളം കാലം ഭാഗവതം വായിച്ചിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഒരമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല. ഭാഗവതത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കുക, അതത്ര എളുപ്പമല്ല. ആത്മീയ പ്രഭാഷണമെല്ലാം ഭാഗവതവും വെച്ചൊരു പ്രഭാഷണം നടത്തിയിട്ട് സാരോപദേശങ്ങൾ, മനുഷ്യർ അങ്ങനെയാണ് ഇങ്ങനെ, അങ്ങനെയൊന്നല്ല കൃഷ്ണൻ ഇവിടെ പറയുന്നത്. കൃഷ്ണൻ തന്നെ ഈ വീട്ടിലാണ് ജനിച്ചിരുന്നത്, അവളെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ മറ്റേമാതിരി ജീവിക്കണം എന്നുള്ള ഒരു തത്വവും ഭാഗവതത്തിലില്ല. പലതരം മനുഷ്യരുണ്ട്, പലതരം ശൈലിയിൽ പോകുന്നു. അവരവരുടെ വഴിക്ക് പോകട്ടെ, അതങ്ങ് വിട്ടുകൊടുത്തേക്കുക. നമ്മളിതിനെ അതിൽ തലയിടുന്ന, നമ്മളതിന് വ്യത്യാസം കാണുന്നത് അതിലെല്ലാം ആ ലീലയായിട്ട് കാണാൻ ശ്രമിക്കുക. അതാണ് ലീല എന്ന് പറയുന്ന ആ മായാവിലാസം. മായയിലകപ്പെട്ടുകൊണ്ട് ആ ശക്തിവിശേഷം കാട്ടിക്കൂട്ടുന്ന ഓരോ ലീലകളാണ് ഇതെല്ലാം. ആ തരത്തിൽ അതിനെ കാണുക, ആ തരത്തിലേക്ക് നമ്മൾ ഉയരണം. അല്ലാതെ വിഭാഗീയ ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഇത്തരത്തിൽ മൂഢന്മാരായിട്ട് മാറുന്നത്. എന്നിട്ടോ എൻ്റെ 5 പറയുകയാണ്, കുളിച്ചിട്ട് കുറി തൊട്ടിട്ട് പട്ടുവസ്ത്രം ഉടുത്തിട്ട് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് പൂച്ചൂടി സുഗന്ധം പുരട്ടി വെറ്റില മുക്കിയിട്ട്, അന്നത്തെ കാലത്ത് വെറ്റില മുറുക്കുന്നവർ ഇതാണ്, അമൃത സമാനമായ മധു സേവിക്കുക എന്നിവയാലും മറ്റും അലങ്കൃതമായിട്ട് അല്പം ലജ്ജയോടുകൂടിയും ലജ്ജാവിലാസത്തോടുകൂടിയും പുഞ്ചിരി തൂകിയ മുഖവുമായിട്ട് അവളുടെ കടാക്ഷത്തോടുകൂടി വിനയത്തോടെ അവൾ കൃഷ്ണനെ സമീപിച്ചു. ലജ്ജയോടുകൂടി സാധാരണ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ചെല്ലുന്ന മാതിരി പാലൊന്നുമായിട്ട് കൊണ്ടുവന്നതിനെ പറ്റി ഇവിടെ പറയുന്നില്ല. അതുപോലെ ചെന്നു. 6 പുതുസംഗമത്തിലുള്ള നാണം കൊണ്ട് ലജ്ജിച്ചു നിൽക്കുന്ന കമനീയാംഗിയെ അരികിൽ വിളിച്ച് വളയണിഞ്ഞ കൈകളിൽ പിടിച്ചിട്ട് കിടക്കിൽ കയറ്റിയിരുത്തിയാൽ കൃഷ്ണൻ. നമ്മുടെ സ്ത്രീകൾ ചെന്ന് കഴിഞ്ഞാൽ അശുദ്ധിയായി പോകുന്ന കൃഷ്ണൻ. നമുക്ക് കൃഷ്ണൻ എന്നെല്ലാം പറയുമ്പോൾ സ്ത്രീകളൊന്നും അങ്ങോട്ട് ചെല്ലാൻ പാടില്ല, ദൂരെ നിന്നോണം. അതിൻ്റെ അടുത്ത് ഇതെല്ലാം ആത്മീയ പ്രഭാഷണങ്ങളിലല്ല ഇതെല്ലാം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോഴേ ശരിയായ ഭാഗവതം എന്താണെന്ന് മനസ്സിലാവില്ല. ഇത് ഓരോ മൂലി എടുത്തിട്ട് അതിനെയും വെച്ചിട്ട് നമ്മളെ നാട്ടുകാരും പറഞ്ഞിട്ട് പണ്ട് നമ്മൾ എത്ര പാടുപെട്ടിട്ട് സ്കൂളിൽ പോയതാണ്, ഇപ്പോൾ നമ്മളെ മക്കളിങ്ങനെ സാരോപദേശവും പറയാം. അതൊന്നും അല്ല പറയണ്ട. ഭാഗവതം ഇങ്ങനെ വിടാതെ വഴിക്ക് പറയണം.
അപ്പോഴാണ് നമുക്ക് അപ്പം ചിന്തിക്കും, ഇതെന്താണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നല്ലേ അപ്പോഴേ അത് തോന്നുകയുള്ളൂ. എന്നിട്ടോ പിടിച്ച് കിടക്കിയിൽ കയറ്റിയിരുത്തി തനിക്ക് കുറിക്കൂട്ട് തന്നതായ പുണ്യ ലേശം ചേർന്നിട്ടുള്ള അല്പം പുണ്യം അവളിലുണ്ട്. അതിൻ്റെ ഫലമാണ് അവൾക്ക് ഈ കിട്ടുന്നത്. ആ രമണിയോടുകൂടി ഭഗവാൻ രമിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് ഏഴിൽ അത്രമാത്രം പറഞ്ഞു നിർത്തുന്നില്ല. അവൾ ഭഗവാന്റെ പാദത്തെ മുകർന്നുകൊണ്ട് കാമാർത്ഥങ്ങളായ സ്ഥലങ്ങളോടും മാറിടത്തോടും കണ്ണുകളോടും വദനങ്ങളാലും ഭഗവാന്റെ പാദങ്ങളിൽ പരിമാർജനം ചെയ്തുകൊണ്ടും തൻ്റെ സ്തനങ്ങളുടെ മധ്യത്തിലമർന്ന ആ ആനന്ദമൂർത്തിയായ പ്രിയതമനെ ഇരു കൈകളാലും മുറുക്കി തഴുകി ഏറെ നാളായി തുടർന്നിരുന്ന ആ കാമസന്താപത്തെ പരിഹരിച്ചു. ഇതല്ല ഏതെങ്കിലും പ്രഭാഷണത്തിൽ പറയുമോ? പ്രഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മീയത അവിടെ തകർന്നടിഞ്ഞ് വീഴുമല്ലോ. നമ്മൾ ഈ ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്തോ ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ പുണ്യമായ എന്തോ സംഗതിയാണ്. ചില ദൈവങ്ങളെടുത്ത് പോകുമ്പോൾ സ്ത്രീകളെടുത്ത് ഉള്ള വീട്ടിലേ താമസിക്കൂടാ, പുറത്ത് താമസിക്കണം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുന്നതും അത് നീയാവുന്നു. ഏത്? ഈ പറയുന്ന സൈലന്ത്രി നീയാവുന്നു. അത് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം അർത്ഥമുണ്ട്, കാണുന്നതെല്ലാം അല്ലെങ്കിൽ അത് അതെല്ലാം നീയാവുന്നു. ഇപ്പം സൈലന്ത്രി എന്താണ്? നീയാവുന്നു. അതിന് നടക്കുന്ന എല്ലാ അവളുടെ വിചാരങ്ങളെല്ലാം ആരാകുന്നു? ആ ശക്തി തന്നെയാണ്. അവൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ശക്തി തന്നെയാണ് നേടിക്കൊടുക്കുന്നത്. ഇത് ഇവൾക്ക് മാത്രം നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃഷ്ണൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഗോപികമാരോടത്തെല്ലാം നിന്നിട്ട് കൃഷ്ണൻ ഇവളെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. കൃഷ്ണന് പക്ഷപാതമൊന്നുമില്ല. കൃഷ്ണൻ എല്ലാ സ്ത്രീകളെടുത്തുണ്ട്, അല്ലാതെ ഈ സ്ത്രീയുടെ അടുത്ത് മാത്രമൊന്നുമില്ല. അതായത് എടുത്ത് പറയാൻ കാരണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ആ ശക്തി വിശേഷത്തിന് ഭേദഭാവങ്ങളില്ല. എല്ലാ മനുഷ്യരിലുള്ള വിചാരങ്ങൾ ഒന്ന് തന്നെയാണ്. ആ വിചാരങ്ങളാവുന്ന മായയിൽ അകപ്പെട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ജീവിതം തന്നെയാണ് എല്ലാവരും കാട്ടിക്കൂട്ടുന്നത്. പുറത്തിറങ്ങുമ്പോൾ നല്ല ഷർട്ടും ഇതുമെല്ലാം ഇട്ടിട്ടങ്ങ് ഇറങ്ങും. പക്ഷെ എല്ലാ മനുഷ്യൻ്റെ എല്ലാം അവസ്ഥ ഇതെല്ലാം തന്നെയാണ്. ഇതെല്ലാം ആരുണ്ടാക്കി വെച്ച് തന്നെയാണ്? ആ ഭഗവാൻ ഉണ്ടാക്കി വെച്ച് തന്നെയാണ്. അത് വേറെ ആരെയും നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാൻ തന്നെയാണ് അങ്ങനെ ആക്കി സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് അതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലാഘവത്തോടു കൂടി നമ്മൾ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇത് പിന്നെ കഥയിൽ ഭഗവാൻ കൃഷ്ണനായിട്ട് ഒരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു, കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവരുടെയും അവസ്ഥ പറയുകയാണ് ആ കാലഘട്ടത്തിൽ. പക്ഷെ കൃഷ്ണന്റെ കാലഘട്ടത്തിൽ, കൃഷ്ണന്റെ ഭരണത്തിൽ വസുദേവ കുടുംബത്തിലൂടെ എന്ന ഒരു ആശയത്തിൽ എല്ലാവരും എന്താണ്, ആ കൃഷ്ണന്റെ കണ്ണിൽ എല്ലാവരും സമന്മാരാണ്. പിന്നെ മനുഷ്യരിൽ പലതരം ചിന്താഗതികൾ ഉണ്ടാവും. ചിലവർക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് കഥകൾ എഴുതി നടക്കുന്നതിലായിരിക്കും താല്പര്യം. ചിലവർക്ക് പല കളികളിൽ പോകുന്നതിലായിരിക്കും. ഓരോർക്കും ഓരോ കാര്യത്തിലാണ് താല്പര്യങ്ങളുള്ളത്. ആ താല്പര്യത്തിൽ അവരവർ പോകുന്നു. അതിൽ കവിഞ്ഞ് അതിലൊന്നും ഈശ്വരന് നമുക്കാണ് നോക്കുമ്പോഴേ അവൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല, ഞാൻ ചെയ്യുന്ന ശരിയാണ്, മറ്റവൻ ചെയ്യുന്ന അത് കുഴപ്പമില്ല, ഇതെല്ലാം മണ്ടത്തരങ്ങളാണ്. നമ്മളെ മായയിൽ അകപ്പെട്ടുകൊണ്ട് ഇങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. ഇവരെല്ലാം ഇത് ചെയ്യാൻ തന്നെ വിധിക്കപ്പെട്ടവരാണ്. ഇതെല്ലാം ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. അതാണ് സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്.
പലതരം ഗുണങ്ങളിലൂടെയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ ഗുണങ്ങൾ നമുക്ക് പലതായിട്ട്, ചിലത് നല്ലതായിട്ട് മോശമായിട്ടെല്ലാം തോന്നുകയാണ്. പക്ഷേ ആ ശക്തി വിശേഷത്തിന് ഒന്നിനോടും ഒരു മോശവുമില്ല, നല്ലയുമില്ല. ആർത്തവുള്ള സ്ത്രീകളിൽ ആര് ചെന്നായാലും അവരോടാണ് കൃഷ്ണന് കുറച്ചും കൂടി അടുപ്പം വേണ്ട. കാരണം എന്തുകൊണ്ട്? അവരുടെ മനസ്സിൽ അങ്ങനെ അധികം, സ്ത്രീകളുടെ മനസ്സിൽ അത്ര വ്യത്യസ്തമായ വർഗീയ ചിന്താഗതികളൊന്നുമില്ല. അവരേതോ ഒരു ഈശ്വരനെ വിചാരിക്കുന്ന അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവരാണ് കുറച്ചും കൂടി ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നതെന്ന് ഭാഗവതം പറയുന്നു. പക്ഷെ നമ്മളെ വീക്ഷണത്തിൽ സ്ത്രീകൾ ഈശ്വരൻ്റെ അടുത്തൊന്നും പോയിക്കൂടാ. അതെല്ലാം പുരുഷന്മാരാണ്. പൂജയെല്ലാം നടത്തേണ്ടത് പുരുഷന്മാരാണ്. സ്ത്രീകൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, ദൂരെ ഇങ്ങനെ നിന്ന് നോക്കിക്കൊള്ളണം. ഇതെല്ലാം ഭാഗവത ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് ജനങ്ങളിലുള്ള അജ്ഞത, എന്തെല്ലോ മണ്ഡത്തരങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനി ഇനി 8 പറയുകയാണ്, ദൗർഭാഗ്യമുള്ള അവളുടെ ദൗർഭാഗ്യമാണെന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ദൗർഭാഗ്യം? ദൗർഭാഗ്യമല്ലല്ലോ, അവളുടെ ആഗ്രഹം കൃഷ്ണനിൽ സാധിച്ചല്ലോ. എന്താണോ അവൾക്ക് അതിലാണ് താല്പര്യം, അതിൽ സാധിച്ചു. എന്തുകൊണ്ടാണ് ദൗർഭാഗ്യം എന്ന് പറയുന്നത്? ദൗർഭാഗ്യമുള്ള അവൾ മോക്ഷപ്രദനും മോക്ഷം നൽകുവാൻ കഴിവുള്ളവനും ലഭിക്കുവാൻ വളരെ പ്രയാസമുള്ളവനുമായ, മറ്റുള്ള ആ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നവർക്ക് എത്ര പാടുപെടണം. ആണുങ്ങൾക്ക് ആ ബ്രഹ്മത്തെ പ്രാപിക്കണ്ടെങ്കിൽ എത്ര ഋഷികൾക്കെല്ലാം എന്തെല്ലാം പാടുപെടണം. അതൊന്നും പാടുപെടാതെ ഇവൾക്ക് ആ സർവേശ്വരനെ കേവലം കുറിക്കൂട്ടുകൾ കൊണ്ട് ഇപ്രകാരം ലഭിച്ചിട്ടും അവർക്ക് എങ്ങനെയാണ്? കുറച്ച് കുറിക്കൂട്ടി ചോദിച്ചപ്പോൾ അങ്ങ് കൊടുത്തു, ഒന്നും ചിന്തിച്ചില്ല, അങ്ങ് കൊടുത്തു. ആ ഈശ്വരൻ എന്ന നിലയിൽ, എല്ലാം ഈശ്വരനായിട്ട് അർപ്പിക്കുന്ന നിലയിൽ അവളത് ചെയ്തു. ആ കുറിക്കൂട്ടുകൾ കൊടുത്തത് കൊണ്ട് അവർക്ക് ലഭിച്ചു, ഈശ്വരനെ ലഭിച്ചിട്ട്. എന്നിട്ടും ഇതിനാണ് അപേക്ഷിച്ചത്. അവളുടെ ആഗ്രഹം ഇതാണ്, അല്ലാതെ അവർക്ക് മോക്ഷമൊന്നും വേണ്ട. വേണമെങ്കിൽ അവൾ മോക്ഷം വേണമെന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ അവൾക്ക് മോക്ഷം കൊടുക്കുമായിരുന്നു. പക്ഷെ അവൾക്കെന്ത് വേണ്ട? അവൾക്ക് മോക്ഷമൊന്നും വേണ്ട, അവൾക്ക് ഇതാ വേണ്ടത്. അത് കഷ്ടമായിപ്പോയിന്ന്. വേറൊരാളാണെങ്കിൽ മോക്ഷത്തിനായിരിക്കും ചോദിക്കുക, ഇവർക്ക് അത് വേണ്ട. കാരണം ഇവിടെ ജീവിതം ഈ വഴിക്കാണ് പോകുന്നത്. അതിൽ പിന്നെ ഓരോ ആൾക്ക് ഓരോ ജീവിതം പറഞ്ഞിട്ടുണ്ട്, ആ വഴിക്ക് പോകുന്നു. പിന്നെ കഷ്ടം എന്ന് പറയുന്നത് വേദവ്യാസന് തോന്നിയതാണ്. അവക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല, അവർക്ക് ഇതാ വേണ്ടത്. പക്ഷെ വേദവ്യാസന് തോന്നി നല്ലൊരു അവസരമായിരുന്നു. എല്ലാവരും പാടുപെട്ടിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് നോക്കുമ്പോൾ ഇവളിതാണ് ആവശ്യപ്പെട്ടത്. അവളുടെ ആഗ്രഹം സാധിച്ചു. ഇനി 10 അല്ല 9 അവൾ പറഞ്ഞു. എന്നിട്ട് അവൾ എന്താ പറഞ്ഞത്? എന്താണ്? പ്രിയതമ, ഏതാനും ദിവസം ഇവിടെ തന്നെ താമസിക്കണം. കുറച്ച് ദിവസം കൂടി ഇവിടെ തന്നെ അങ്ങ് താമസിക്കണം, എന്നോടുകൂടി രമിക്കണം. അവളുടെ ആവശ്യം അത്രയേ ഉള്ളൂ. ചെന്താമരക്കണ്ണ, ഭഗവാന്റെ സംഘത്തെ ത്യജിപ്പാൻ ഞാൻ അശക്തയാണ്. ഭഗവാനെ വിട്ടുമാറിപ്പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് കുറച്ച് ദിവസമെങ്കിലും ഇവിടെ താമസിക്കണം എന്നാണ് അവൾ. എന്നിട്ട് അവളോട് രമിക്കണം എന്നാണ് അവൾക്കുള്ള ആഗ്രഹം. അല്ലാതെ അവൾക്ക് ബ്രഹ്മസാക്ഷാത്കാരമൊന്നും വേണ്ട. 10 ഭജിക്കുന്നവർക്ക് ബഹുമതിയെ നൽകുന്ന സർവേശ്വരൻ. അവൾ ആവശ്യപ്പെട്ട എന്താണ്? അവൾക്ക് കാമമാണ് വേണ്ടത്. കാമമാകുന്ന വരത്തെ കൊടുത്തിട്ട്, അവൾക്ക് അത് തന്നെ കൊടുത്തിട്ട്, ആ വരം കൊടുത്തിട്ട് പാരിതോഷികമായിട്ട് ദാനങ്ങൾ, അവൾക്ക് വേണ്ട ദാനങ്ങളെ നൽകിക്കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട്, അവൾക്കെന്താണോ വേണ്ടത് ആ തരത്തിലുള്ള പാരിതോഷികങ്ങളെല്ലാം അല്ലെങ്കിൽ ദാനങ്ങൾ, വരദാനങ്ങളെല്ലാം കൊടുത്തതിൻ്റെ ശേഷം അവളെ സന്തോഷിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? സ്വഭവനത്തിലേക്ക് കൃഷ്ണൻ പോയി. അപ്പം അവൾക്ക് ആ ജീവിതമാണ് ഇഷ്ടം, അതവൾക്ക് കൊടുത്തു. ആ അർത്ഥത്തിലെടുത്താൽ മതി. അപ്പം കൃഷ്ണൻ എല്ലാവരുടെയും, ആ കൃഷ്ണൻ ഇന്ന പക്ഷമൊന്നുമില്ല, എല്ലാവരുടെയും
ഈശ്വരനാണ്. അതാണ് ഒരു വസുദൈവ കുടുംബം എന്നൊരാശയമാണ് കൃഷ്ണന് എന്ന് പഠിപ്പിക്കുവാൻ, അതാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്. എല്ലാവരും ഒരുപോലെയാണ്, ഒരാൾക്ക് ഓരോ ഫീൽഡിലാണ് പോകുന്നത്, അത്തരത്തിൽ പോവുക. ഇനി 11, എന്നിട്ട് അവളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ആ സംഭവത്തെ, അത്തരം വ്യക്തികളുടെ സ്വഭാവത്തെ പറയുകയാണ്. ഏതെങ്കിലും ഒരാൾ, ഇവിടെ ഏത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്? ഈ സൈരന്ധ്രിയുടെ കാര്യം പറഞ്ഞിട്ട് പറയാണ്. ആരാധ്യനല്ലാത്തവനും സർവേശ്വരന്മാർക്കും ഈശ്വരനായി വർത്തിക്കുന്നതുമായ ആ ശ്രീ മഹാവിഷ്ണുവിനെ അനാദരിച്ചിട്ടുകൂടി മനസന്തുഷ്ടികരമായ വിഷയസുഖം വരിക്കുന്നുവോ? അതായത് ആ ശ്രീഹരി, ഇവിടെ കൃഷ്ണൻ എന്നത് വിട്ടിട്ട് നേരെ ശ്രീഹരിയിലേക്ക്, വിഷ്ണുവിലേക്ക് എത്തി. അദ്ദേഹത്തെ അനാദീകരിക്കുന്ന തരത്തിലുള്ള ഒരു താഴ്ന്ന ലെവലുള്ള കാര്യമാണ് സന്തുഷ്ടികരമായ വിഷയസുഖത്തെ വരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിലൂടെ നല്ലൊരു കർമ്മത്തിലേക്കല്ല ചോദിച്ചത്, മഹാവിഷ്ണുവിനെയാണ് പ്രാപിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്ന കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട എന്താണ്? ആ വിഷ്ണുവായിട്ട് ചേരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ബ്രഹ്മമായി തീരുകയാണ്, ഈശ്വരനായി തീരുകയാണ്. ആ വിഷ്ണുവായിട്ട് ചേരുമ്പോൾ ചെയ്യുന്ന എന്താണ്? അതിന് നേരെ വിപരീതമാണ് ചെയ്യുന്നത്. അതാണ് അനാദരിക്കുന്നതായിട്ട് ഇവിടെ പറയാൻ കാരണം. അദ്ദേഹത്തെ അനാദരിക്കുകയാണ്. എനിക്കിങ്ങനെ ഈ ആത്മീയൊന്നും വേണ്ട, എനിക്കെന്ത് മതി? മനസന്തുഷ്ടികരമായ വിഷയസുഖത്തെ വരിക്കുന്നുവോ? എന്നിട്ട് എനിക്ക് മനസ്സുഖം മതി. അയാൾ, അങ്ങനെയുള്ള ആൾ, അതായത് ഈ സൈരന്ധ്രി തുച്ഛമായ ബുദ്ധിക്കേടുള്ളവനാകുന്നു. തുച്ഛമായ ബുദ്ധി, കേടായ ബുദ്ധിയുള്ളവനാകുന്നു. അതായത് ഈ വെറും ഭൗതിക സുഖത്തിൻ്റെ, ലൈംഗിക സുഖത്തിൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യര് ബുദ്ധിഹീനരാണ് എന്ന് പറയുകയാണ്. പക്ഷെ അങ്ങനത്തെ മനുഷ്യർ ഇവിടെയുണ്ട്, അവർക്കതേ വേണ്ടു. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അവര് നല്ലതാണെന്നും ആ മാർഗമൊന്നും സ്വീകരിച്ചേക്കരുത്. സ്വീകരിക്കാനൊന്നും പറ്റൂല, അല്ലേ? എല്ലാവരും തീരുമാനിച്ചിട്ട് വിട്ടാൽ പിന്നെ ആരാ സ്വീകരിക്കാനാണ്? അതിനൊന്നും കാര്യമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള മനുഷ്യരുമുണ്ട്, അതും ശ്രീഹരി തന്നെയാണ്. പക്ഷേ അത് ബുദ്ധികെട്ട, തുച്ഛമായ ബുദ്ധികെട്ട മനസ്ഥിതിയുള്ളവരാണ്. അവരാണ് ഇങ്ങനത്തെ ഭൗതിക ലൗകിക സുഖത്തിന് വേണ്ടിയിട്ട് പോകുന്നവർ. അവരും സമൂഹത്തിൽ ഉണ്ട്. അവരുടെ ആഗ്രഹം ആര് സാധിപ്പിച്ചു കൊടുക്കുന്നു? ഈ ശ്രീഹരി തന്നെ സാധിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം അവരെ അങ്ങനെയാണ് ശ്രദ്ധിച്ചു വെച്ചിരിക്കുന്നത്. അവരെ ആഗ്രഹം ശ്രീഹരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 12 ഇനി ഒരു പ്രത്യേക കാര്യം ചെയ്യിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടും, പിന്നെ വേറൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അക്രൂരനെ പ്രീതി ജനിപ്പിക്കുവാനുള്ള താല്പര്യം കൊണ്ടും കൃഷ്ണൻ ബലരാമനോടും ഉദ്ധവരോടും കൂടി അക്രൂരന്റെ ഗൃഹത്തിലേക്ക് പോയി. ഇപ്പം വേറെ വിഷയത്തിലേക്ക് കടന്നു. എന്താണത്? ഒരു പ്രത്യേക കാര്യം സാധിപ്പിച്ചെടുക്കാനുണ്ട്. അത് ഉദ്ദേശിച്ചുകൊണ്ട് അക്രൂരനെ പ്രീതി ജനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യണം. കാരണം കൃഷ്ണന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അക്രൂരർക്കും അത് വലിയൊരു പ്രീതി, താല്പര്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് അക്രൂരനെ കാണണം, അദ്ദേഹത്തിന് തൃപ്തിപരമായ ഒരു കാര്യം ഏൽപ്പിക്കണം, അദ്ദേഹത്തിനും അതിലൂടെ ഒരു കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ബലരാമനോടും ഉദ്ധവരോടും കൂടി എന്ത് ചെയ്തു? അക്രൂരന്റെ ഗൃഹത്തിലേക്ക് പോയി. ഇനി 13-14 പറയുകയാണ്. തൻ്റെ ബന്ധുവും ഉത്തമന്മാരുമായ അവരെ അകലെ നിന്ന് കണ്ടപ്പോൾ, തൻ്റെ ബന്ധുവാണ് വരുന്നത്, ഉത്തമന്മാരായാണ്, ബലരാമനും എല്ലായിട്ടാണ്, ഉദ്ധവരുണ്ട്, എല്ലാം ഉണ്ട്, ബന്ധുക്കളാണ്. അവരെ ദൂരത്ത് നിന്ന് കണ്ട അക്രൂരൻ എഴുന്നേറ്റ് ചെന്ന് സ്വീകരിച്ച് ആശ്ലേഷിച്ച് സന്ദേശത്തോടു കൂടി രാമകൃഷ്ണന്മാരെ എന്ത് ചെയ്തു? ആദ്യം നമസ്കരിച്ചു. അപ്പം അവരും തിരിച്ച് ഇങ്ങോട്ടും നമസ്കരിച്ചു. പിന്നെ അവരെ ഇരിക്കേണ്ട സ്ഥലത്തെല്ലാം ഇരുത്തിയതിന് ശേഷം വിധിപ്രകാരം അവരെ പൂജിച്ചു.
ഇനി 14 കാല് കഴുകിയ വെള്ളം ശിരസിൽ ധരിച്ചുകൊണ്ട്, കാരണം ഇത് വിശിഷ്ട വ്യക്തികളാണ്, അതുകൊണ്ട് അവരുടെ കാല് കഴുകിയ വെള്ളം ശിരസിൽ ധരിച്ചുകൊണ്ട് പൂജാദ്രവ്യങ്ങളും പിന്നെ പട്ടുവസ്ത്രങ്ങൾ, പിന്നെ പുഷ്പമാല്യം, വിശിഷ്ടമായ അലങ്കാര വസ്തുക്കൾ എന്നിവയെല്ലാം കൊണ്ട് പൂജിച്ചു എന്ന് പറയുകയാണ്. തൻ്റെ മടിയിൽ പാദങ്ങൾ എടുത്തു വെച്ച് ഉഴിഞ്ഞുകൊണ്ട് അക്രൂരൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരുടെ കാലെടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് ഉഴിഞ്ഞു കൊടുത്തു. നടന്ന ക്ഷീണമുണ്ടാവും. ഇനി 17 പറയുകയാണ്, ഭവാന്മാര് അനുജനന്മാരോടുകൂടി കംസനെ വധിച്ചു. അത് നല്ല കാര്യം തന്നെ. ഭവാന്മാരുടെ യദുവംശം അങ്ങനെ രക്ഷപ്പെട്ടു. അവിടെ അവർ സമൃദ്ധിയുള്ളവരായി. അതുകൊണ്ടൊരു സമൃദ്ധമായ ഒരു ലോകമാണ് യദുവംശത്തിൽ കൃഷ്ണൻ ഉണ്ടാക്കിയത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി 18 ഭവാന്മാർ പ്രകൃതി പുരുഷാത്മാന്മാരും, പ്രകൃതിയും പുരുഷന്മാരും, ജഗത്തിൻ്റെ കാരണഭൂതന്മാരും ജഗത്തിൻ്റെ സ്വരൂപമായുമുള്ളതാണ്. ഭവാന്മാരിൽ നിന്നും അന്യമായിട്ട് ഒന്നും ഈ ലോകത്തിലില്ല തന്നെ. അപ്പം ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് അങ്ങിൽ നിന്നാണ്. ഈ പ്രപഞ്ചവും അങ്ങ് തന്നെയാണ്. അങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും ഈ ലോകത്തിൽ ഇല്ല. അങ്ങ് തന്നെയാണ് എല്ലാം. ആ തത്വമാണ് ഇവിടെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളല്ലാതെ അതിനൊരു കൃഷ്ണനായിട്ട് ഒരു കഥാപാത്രമായിട്ട് കാണരുത്. 19 അങ്ങ് രാജസാദി സ്വകീയ ശക്തികൾ കൊണ്ട് ഒരു രാജാവിൻ്റെ, ലോകത്തിൻ്റെ രാജാവ് എന്ന നിലയിലുള്ള ഒരു ശക്തി കൊണ്ട് സ്വയം എന്ത് ചെയ്യുന്നു? ഈ ലോകത്തെ സൃഷ്ടിച്ച് അങ്ങ് സൃഷ്ടിക്കുന്നു. അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാമായിട്ട് മാറിയിട്ട് അതിൽ പ്രവേശിച്ച്, എന്നിട്ട് അതിലെല്ലാം അത് തന്നെയാണുള്ളത്. നാനാപ്രകാരത്തിൽ പ്രതിഭാസിക്കുന്നു. അതാണ് സൈരന്ധ്രിയായിട്ടും ഇവിടെ എല്ലാ ചരാചരങ്ങളായിട്ടും പ്രതിഭാസിക്കുന്നത്. അത് ഇസ്ലാമായാലും മുസ്ലിമായാലും ക്രിസ്ത്യനായാലും ഏത് വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായാലും എല്ലാം അങ്ങ് തന്നെയാണ്. ആ ഒരു സങ്കല്പം വേറെ ഒരു ഗ്രന്ഥത്തിലും കാണില്ല, വേദങ്ങളിലുള്ളത്. അതൊന്നും മതങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. മതങ്ങളെല്ലാം ഇതിൽ നിന്ന് അകന്നു പോയതാണ്. ഇനി 20 തങ്ങൾ കാരണമുണ്ടായ ചരാചര വസ്തുക്കൾ ഏതു കാരണത്താൽ വ്യത്യസ്തമായ രൂപത്തിൽ പ്രതിഭാസിക്കുന്നുവോ അതേസമയം നിർവികാരനായിട്ട് അത് തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളുമായിട്ട് പല രൂപത്തിൽ പ്രതിഭാസിക്കുന്നത്. പക്ഷെ നിർവികാരനായിട്ട് ആത്മസ്വരൂപമായി, അതിലിരിക്കുന്ന എല്ലാറ്റിൻ്റെയും ആത്മസ്വരൂപമായി നിലനിൽക്കുകയും ചെയ്യുന്നു. അതേസമയം അപ്പോൾ ഒന്നുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. എല്ലാത്തിൻ്റെയും ആത്മാവ് അത് തന്നെയാണ്. എങ്കിലും താൻ കാരണമായി ഉണ്ടായ ഈ ബഹുരൂപത്തിലുള്ള ഭൗതിക വസ്തുക്കളിൽ ബഹുപ്രകാരേണ പ്രതിഭാസിക്കുന്നു. അത് താൻ കാരണമായിട്ടാണ് ഈ പല രൂപത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് പല രൂപത്തിൽ അത് പ്രതിഭാസിക്കുകയാണ്. അപ്പം അത് തന്നെയാണ് ലോകത്തിലെ സൈരന്ധ്രിയായിട്ട് വരുന്നതും വേറൊരു ആരംഭമായിട്ട് അതിനെയും കൃഷ്ണനായിട്ട് കാണണം. അല്ലാതെ കൃഷ്ണനെ കഥരൂപത്തിലൊന്നും കണ്ടുകൂടാ. എല്ലാം കൃഷ്ണന്മാർ തന്നെയാണ്. ഇപ്പം സൈരന്ധ്രി ആരോടുമായിട്ട് ചേരുന്നുണ്ടെങ്കിൽ, ഒരു നല്ല പുരുഷനുമായിട്ട് ചേരുന്നുണ്ടെങ്കിൽ അത് കൃഷ്ണനായിട്ട് കണ്ടുകൊടുക്കുക. ഇതിപ്പോൾ ഇടയ്ക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു ചിന്തിക്കണം. ബുദ്ധി തന്നിട്ടുണ്ടല്ലോ, ആ ചിന്തയിലൂടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അല്ലെ അതേപോലെ എടുത്തു കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോകും. ഇനി തൻ്റെ ശക്തിയാൽ തന്നെ രജോ തമോ സത്വഗുണം
ന്യൂട്ടന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ പ്രകാരം ഗുണങ്ങളാൽ ലോകത്തെ സൃഷ്ടിച്ചു. ആ മൂന്നിലൂടെയാണ് ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് അവസാനം എന്ത് ചെയ്യുന്നു? സംഹരിക്കുന്നു. എങ്കിലും ആ ഗുണങ്ങൾക്കോ അതുമൂലമുണ്ടാകുന്ന ഗുണങ്ങൾക്കോ അത് ചെയ്യുന്ന കർമ്മങ്ങൾക്കോ ഭഗവാൻ ബാധ്യസ്ഥനല്ല. അതെല്ലാം കാട്ടിക്കൂട്ടുന്നതിന് ഭഗവാൻ ബാധ്യസ്ഥനൊന്നും അല്ല. കാരണം അതുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. അതാണ് എല്ലാമായി മാറിയെങ്കിലും അതുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രക്തം എടുത്തിട്ട് അവിടെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ എൻ്റെ രക്തം എടുത്തിട്ട് അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ലാബിൽ അത് കൂട്ടിക്കെത്തി വേറെ വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും. എൻ്റെ രക്തം തന്നെയായിരിക്കും. പക്ഷെ അത് കാട്ടിക്കൂട്ടുന്നതിനൊന്നും എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല. എൻ്റെ രക്തം ചുവപ്പാണ്. അതവിടെ എടുത്തിട്ട് വേറെ മരുന്നെല്ലാം ചേർക്കുമ്പോൾ പച്ചി, നീലി, മഞ്ഞയെല്ലാം ആയിട്ട് മാറുമായിരിക്കും. അതൊന്നും ഞാനുമായിട്ട് അതിന് ബന്ധമൊന്നും ഇല്ല. അത്തരത്തിൽ അത് തന്നെയാണ് എല്ലാമായി മാറിയെങ്കിലും ഈ ജീവജാലങ്ങൾ കാട്ടിക്കൂട്ടുന്നതിനായിട്ട് അതിനൊരു ഉത്തരവാദിത്വമില്ല, അതിനൊരു ബന്ധവും ഇല്ല. ഇനി 22, ദേഹേന്ദ്രിയങ്ങളെല്ലാം മിഥ്യയാകൊണ്ട്, അതുകൊണ്ട് ഈ ദേഹങ്ങളും ഇന്ദ്രിയങ്ങളെല്ലാം മിഥ്യയാണ്. ആ ആത്മാവാണ് സത്യം. ഈ ശരീരമെല്ലാം മിഥ്യയാണ്. അതൊരു രൂപത്തിൽ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ആത്മാവായ നിൻപ് തിരുവടിക്ക് ജന്മം എന്നത് വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. ആത്മാവിന് ജന്മമില്ല. ഈ ശരീരമല്ല ആ ആത്മാവ്. ആത്മാവിന് ബന്ധമില്ല, ശരീരവുമായിട്ട് ബന്ധമില്ല. അപ്പൊ ആത്മാവ് ഒരു ശരീരത്തിൽ കയറിയപ്പോഴാണ് സൈരന്ധ്രി ഉണ്ടായത്. ആത്മാവ് ഏതോ ഒരു പുരുഷനിൽ കയറിയപ്പോഴാണ് അത് ആ ശരീരമായി മാറിയത്. എന്നിട്ട് ഈ ആത്മാവാണ്, കൃഷ്ണനാകുന്ന ആത്മാവാണ് ആ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അത് ശരീരങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, ശരീര ആത്മാവല്ല. ആകെ വട്ടം കറക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അതിന് ഭേദഭാവവുമില്ല. അതുകൊണ്ട് ആ ആത്മാവിന് ഇത് സൈരന്ധ്രിയാണ്, ഇത് ഇങ്ങനത്തെ സ്വഭാവങ്ങളാണ്, ഇവൻ ഇങ്ങനെയാണ്, ആ ചിന്തയൊന്നും ആത്മാവിന് ഇല്ല. അവര് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം മായയാൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിലുള്ള ആത്മാവാണ് ആര്? യഥാർത്ഥത്തിൽ ആ ശ്രീഹരി അല്ലേ വിഷ്ണു. അതിനാൽ അതുകൊണ്ട് അതിനുമായിട്ട് ഒരു ബന്ധവും ഇല്ല, മോക്ഷവും ഇല്ല. നിന്തിരുവടിയിൽ കാണുന്ന ബന്ധനാദികൾ, അതിൽ അങ്ങനെയുണ്ടാകുന്ന ഈ ശരീരങ്ങളിൽ നമ്മൾ കാണുന്ന ബന്ധനാദികൾ സ്വ അഭിപ്രായത്തിലുള്ള അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. ഇങ്ങനെ നമുക്ക് ബന്ധമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അജ്ഞാനമാണ്. നമുക്ക് കൃഷ്ണൻ സൈരന്ധ്രിയുടെ അടുത്ത് പോയി എന്ത് കാട്ടിക്കൂട്ടുന്നു എന്നെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അജ്ഞാനമാണ്. ഏത് തരത്തിലപ്പോൾ കാണണം? ആ ശക്തി വിശേഷം ഇങ്ങനെ പല ജീവികളാൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ശരീരം എടുത്തിട്ട് ഇത് പലതായിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊരു സ്വഭാവ വിശേഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സ്വഭാവം അനുസരിച്ചിട്ട് അത് അവരെ കർമ്മം ചെയ്തിട്ട് പോകുന്നു. ആ നിലയിൽ കണ്ടേക്കോ. പക്ഷെ അതെല്ലാം ആ ശക്തി തന്നെയാണ്. ഇപ്പം നല്ലതായിട്ട് ഒരാൾ കള്ളനായാലും കള്ളനും ആ ശക്തി തന്നെയാണ്, പോലീസും ആ ശക്തി തന്നെയാണ്. ഇത് രണ്ട് വേഷം കെട്ടിയിട്ട് കളിക്കുന്നതാണ്. ഈ നിലയിലങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമുക്ക് പിന്നെ നല്ലയും ചീത്തയൊന്നും തോന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. കുറച്ചൊന്നും ഇരുന്ന് ചിന്തിച്ചാൽ മതി എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇനി 23, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുരാതനമായ ധർമ്മത്തെ അത് അങ്ങ് പ്രകാശിപ്പിക്കുമ്പോൾ അതാത് കാലത്തെ അധർമ്മത്തെ നീക്കുവാനായി കാലാകാലങ്ങളിൽ ഓരോ ശരീരം ധരിക്കുന്നു. അപ്പോൾ ഒരു ധർമ്മം, വേദം ഒരു ധർമ്മം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
വേദധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഓരോ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പോകണം എന്ന് വെച്ചിട്ടുണ്ട്. അതാണ് ധർമ്മം. കൃതയുഗത്തിൽ ഇങ്ങനെ, ത്രേതായുഗത്തിൽ കൊളോണിയലിസം, അത് കഴിഞ്ഞാൽ ഇന്ന ധർമ്മം. ആ ധർമ്മത്തിന് എതിരാകുമ്പോഴാണ് അത് അധർമ്മമായിട്ട് മാറുന്നത്. ആ ഒരു സൃഷ്ടിക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ പോവുകയാണെങ്കിൽ അത് ധർമ്മമാണ്. അതിൽ നിന്നും എതിരായി പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കാലാകാലങ്ങളിൽ ഓരോ ശരീരം സ്വീകരിച്ചിട്ട് വരും. ആ ശരീരത്തിന് ഏത് രൂപം എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ഗാന്ധിജീൻ്റെ രൂപമായിട്ടായിരിക്കും വരിക, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയായിട്ട് വരും, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതിൽ നമ്മൾ കണ്ടുകൊള്ളണം ആ കഥാപാത്രത്തിൽ പറയുന്ന ആൾ ഏതാണെന്ന്. അതാത് കാലഘട്ടങ്ങളിൽ നമ്മൾ അതാത് കാലത്തെ അതിനെ നയിക്കുന്ന വ്യക്തികളെ നോക്കിയിട്ട് മനസ്സിലായിക്കൊള്ളണം. 24. അങ്ങനെയുള്ള നിന്തിരുവടി അനേകം അക്ഷയണി പടയോളോടുകൂടി അസുരന്മാരെ വധിച്ചുകൊണ്ട് ഭൂമിയുടെ ഭാരത്തെ നീക്കുന്നു. അങ്ങനെ ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന രാജാക്കന്മാർ ദുഷിക്കുമ്പോഴാണ് വന്നിട്ട് ആ അക്ഷയണി, അവരുടെ അടുത്താണല്ലോ പട്ടാളമെല്ലാം ഉണ്ടാവുക, ആ പട്ടാളത്തെ മുഴുവൻ അക്ഷയണി പടയെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഭൂമിയുടെ ഭാരം കുറച്ചോളും. അങ്ങനെയുണ്ടായ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളാണ് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധം കൊളോണിയലിസത്തിനെതിരായിട്ടുള്ളത്. മൂന്നാമത്തെ നടക്കേണ്ടതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഈ യദുവംശത്തിലെ കീർത്തിയെ വളർത്തുവാൻ വേണ്ടി വസുദേവ കുടുംബത്തിൽ തൻ്റെ അംഗമായ ബലരാമനോടുകൂടി അവതരിച്ചിരിക്കുന്നു. ഇപ്പോൾ കൊളോണിയലിസം കഴിഞ്ഞപ്പോൾ അങ്ങ് ബലരാമനോടുകൂടി അവതരിച്ചിരിക്കുകയാണ്. എന്തിൻ്റെ? യദുവംശത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ. അങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് കൊളോണിയലിസത്തിന് ശേഷം ഒരു ലോകക്രമം, രാജഭരണത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ലോകക്രമം ഉണ്ടാക്കിയിരിക്കുന്നത്. 25. ഹേ ഈശോ, യാതൊരാൾ സർവ്വദേവന്മാരുടെയും പിതൃക്കൾ, പ്രാണി സമൂഹങ്ങൾ, മനുഷ്യർ, വേദങ്ങൾ എന്നീ രൂപത്തോടുകൂടി വന്നുവോ? അങ്ങേരാണ് വേദമായിട്ട് വന്നതും സർവ്വദേവന്മാരായിട്ട് വന്നതും പിതൃക്കളായിട്ട് വരുന്നതും പ്രാണികളായിട്ടും മനുഷ്യരായിട്ടും എല്ലാം വരുന്നത് അങ്ങ് തന്നെയാണ്. വന്നിരിക്കുന്നുവോ? യാതൊരാളുടെ തൃപ്പാദത്താൽ കഴുകിയ ജലം 3 ലോകത്തെയും ശുദ്ധീകരിക്കുന്നു. 3 ലോകങ്ങളും അതിൻ്റെ തൃപ്പാദത്തിലാണുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ശക്തി വിശേഷം എന്ന് പറഞ്ഞാൽ വലിയ അറ്റമില്ലാതെ പരന്നു കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രൂപം വിരാട രൂപമായി സങ്കല്പിക്കുകയാണെങ്കിൽ ആ വിരാട പുരുഷൻ്റെ പാദത്തിലാണ് ഈ 3 ലോകങ്ങളുള്ളത്, ഒരു പൊടി കണക്ക്. അപ്പോൾ ആ പാദത്തിലെ ജലം കൊണ്ടാണ് ഭൂമി ശുദ്ധമാകുക, ഈ 3 ലോകങ്ങളും ശുദ്ധമാകുന്നത്. അങ്ങനെയുള്ള ദേവഗുരുവായ നിന്തിരുവടിക്ക് ഇന്ന് ഏതൊരിടത്തേക്കാണോ അങ്ങനെയുള്ള ദേവഗുരു, അപ്പം ദേവഗുരുവായിട്ടാണ് ഈ ശക്തിയെ കാണുന്നത്. ഇന്ന് ഏതൊരിടത്തേക്കാണോ എഴുന്നള്ളിയിരിക്കുന്നത്, അതായത് അക്രൂരൻ്റെ വീട്ടിൽ, ആ ഞങ്ങളുടെ ഗൃഹം ഭാഗ്യം ചെയ്തതാണ്. അങ്ങിങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെയുള്ള അങ്ങാണിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ വീട്ടിൽ പാദമെടുത്ത് വെച്ചിരിക്കുന്നത്. കഥയിൽ വരുമ്പം രൂപത്തിൽ വരും, കൃഷ്ണനായിട്ട് ചിത്രീകരിക്കും. പക്ഷേ വന്നിരിക്കുന്ന ശക്തി, ആ ശക്തിയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം ആക്ട് ചെയ്യുന്നത്. ഇനി 26 ഭക്തിപ്രിയനും സത്യവചനത്തോടു കൂടിയവനും ഹിതകാരിയും നല്ലതും ചീത്തയെല്ലാം തിരിച്ചറിയാൻ കഴിവുള്ളവനും നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കർമ്മങ്ങൾ, നല്ലയും ചീത്തയുമായ കർമ്മങ്ങളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവനുമായ നിന്തിരുവടി ഒഴിച്ച് വേറെ ആരെയാണ് ആശ്രയിക്കാനുള്ളത്? ഈ ലോകത്ത് നമുക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല, ആ ശക്തി വിശേഷം മാത്രമേ ഉള്ളൂ. ശുദ്ധമായ ഹൃദയത്തോടുകൂടി ഭജിക്കുന്നവന്, ശുദ്ധമായ ഹൃദയത്തോടുകൂടി അതിനെ ഭജിക്കുക. ശുദ്ധമായ ഹൃദയം എന്താണ്? മനസ്സിലൊന്നുമില്ല, മനസ്സിൽ
ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആഗ്രഹമില്ല. അത് നേടണം ഇത് നേടണം എന്നും പറഞ്ഞുകൊണ്ട് വല്ല പിച്ചക്കാശും കൊടുക്കുന്നതല്ല ഭക്തി. അത് സ്വാർത്ഥമാദികളാണ്, ശുദ്ധമായ ഹൃദയമല്ല. അങ്ങനെ സമീപിക്കുന്നവരൊന്നും ഈശ്വരൻ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. അതിന് വേറെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അത് അവിടെ പോയി ചോദിക്കണം, രാജാവോട് പോയി ചോദിക്കണം, ഭരിക്കുന്നവരോട് ചോദിക്കണം. നിങ്ങൾക്ക് ജോലി വേണ്ടെങ്കിൽ ഭരിക്കുന്നവരോട് പോയി ചോദിക്കണം. അല്ലാതെ കൃഷ്ണനോട് അതൊന്നും ഭക്തിയല്ല, അതൊന്നും സ്വീകരിക്കുകയില്ല. ശുദ്ധമായ ഹൃദയത്തോടുകൂടി ഭജിക്കുന്നവന് സമസ്ത ഇച്ഛകളെയും നിന്തിരുവടി നൽകുന്നു. എന്താണ് അവൻ്റെ ഇഷ്ടം അതിൽ ലയിക്കണം. എല്ലാം അതിലർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. അത് മാത്രമേ ഇച്ഛയുണ്ടാവൂ. തന്നെ തന്നെ അവനെ കൊടുക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു? തന്നെ തന്നെ അവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുന്നത് പിന്നെ അവന് വേണ്ടിയിട്ടാണ്, അവനെ മുൻനിർത്തിയാണ്, അവന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല. അതിനാൽ നിന്തിരുവടിക്ക് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ അവർക്ക് കർമ്മം ചെയ്യുമ്പോൾ ആ നിന്തിരുവടിക്ക് തന്നെ തന്നെയും കൊടുക്കും. ഭഗവാൻ ഇങ്ങോട്ടും കൊടുക്കും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഭഗവാൻ പറയും എന്നാ എന്നെ നീയും പിടിച്ചോ. കാരണം രണ്ടും ബ്രഹ്മമായി മാറുകയാണ്. അങ്ങനെ ബ്രഹ്മമായി മാറുമ്പോൾ നിന്തിരുവടിക്ക് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുന്നില്ല. ആ ഈശ്വരൻ എന്നാ എന്നെ നീ എടുത്തോ എന്ന് പറഞ്ഞാലും ആ ഈശ്വരൻ അവിടെ തന്നെ ഉണ്ടാകും. നമ്മളെല്ലാം ഈശ്വരന് വേണ്ടി സമർപ്പിച്ച് ചെയ്യുമ്പോൾ ഈശ്വരൻ പറയുകയാണ് അതാ ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് തന്നാലും ആ നിന്തിരുവടിക്ക് ഏറ്റക്കുറച്ചുണ്ട്. അതേപോലെ തന്നെ അവിടെ കിടക്കുന്നത്. തരുന്നതിയുടെ കിട്ടി അതേപോലെ കിട്ടുകയും ചെയ്യും. അതാണ് ആ ബ്രഹ്മത്തിൻ്റെ പ്രത്യേകത. അതിൽ നിന്ന് എന്തെടുത്താലും അതിൻ്റെ അളവ് അതേപോലെ നിൽക്കും. ഇനി 27 പറയുകയാണ്, സിദ്ധയോഗികളും ഇന്ദ്രാദി ദേവകൾക്കും പ്രാപിക്കുവാൻ പ്രയാസമായ നിന്തിരുവടി ആ ഈശ്വരനെ സിദ്ധയോഗികൾക്കും പ്രാപിക്കാൻ പാടാണ്. ബ്രഹ്മാദി ദേവന്മാർക്കും പ്രാപിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നിന്തിരുവടി ഈ ഗൃഹത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഭാഗ്യം തന്നെ. എൻ്റെ വീട്ടിൽ വന്നത് വലിയ ഭാഗ്യം തന്നെ. അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടി തരേണ്ടത്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് സമാനമാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മക്കൾ, ഭാര്യ, ഗൃഹം, ദേഹം തുടങ്ങിയ ബന്ധനസ്ഥനമാക്കുന്ന എല്ലാ പാശത്തെയും കാരണമായ മായയെ അങ്ങ് നീക്കിത്തരണം. ഈ മായയിലാണ് നമ്മൾ ഭാര്യ, മക്കള്, വീട് എന്നുള്ള ചിന്തയെല്ലാം ഉണ്ടാകുന്നത്. ആ മായ അങ്ങ് നീക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയില്ല, മക്കളുമില്ല, ഞാൻ നേരെ ബ്രഹ്മമായി മാറും. അതൊന്ന് നീക്കിത്തരണം എന്നാണ് അങ്ങോട്ട് പറയുന്നത്. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടത് അത്യാവശ്യം എന്താണ്? കുടുംബത്തെയും വീടിനെയും എല്ലാം കളഞ്ഞുകൊണ്ട് ഈ ലോകത്തെ കളഞ്ഞുകൊണ്ട് പോയേ പറ്റൂ. അല്ലാതെ വേറെ കുറുക്കു വഴിയൊന്നും ഇല്ല. ഇനി ഇപ്രകാരം അക്രൂര വചനങ്ങൾ കേട്ട ഭഗവാൻ ശ്രീഹരി പുഞ്ചിരിയോടെ പറഞ്ഞു. ഇനി ശ്രീകൃഷ്ണൻ അക്രൂരനോട് പറയുകയാണ്. 29 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അങ്ങ് നമുക്ക് ബഹുമാന്യനാണ്, പിതൃ സഹോദരനാണ്, പ്രകീർത്തിക്കേണ്ട ബന്ധുവുമാണ്. എല്ലാവരിലും വെച്ച് കീർത്തിക്കേണ്ട ബന്ധുവാണ്. അത്രയും നല്ല വ്യക്തിയാണ്. ദേഷ്യമൊന്നും വരില്ല. അക്രൂരനാണ്. അങ്ങയാൽ ഞങ്ങൾ പാലിക്കപ്പെടേണ്ടവനാണ്. കാരണം ഞങ്ങൾ അങ്ങയുടെ സന്താനങ്ങളാണല്ലോ. നമ്മൾ അങ്ങയുടെ സന്താനങ്ങളാണല്ലോ. അപ്പം നമ്മളെ പാലിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങേക്കുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കേണ്ട ഉത്തരവാദിത്തം അക്രൂരർക്ക് ഉണ്ട്. എന്നിട്ട് പറയുകയാണ്, ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവർ അങ്ങേ പോലെയുള്ളവരെയാണ് സേവിക്കേണ്ടത്. ആരെങ്കിലും ശ്രേയസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങേപോലെയുള്ള ആൾക്കാരെയാണ് സേവിക്കേണ്ടത്. ദേവന്മാർ തൻകാര്യം നോക്കുന്നവരാണ്. ദേവന്മാർക്ക് അവരവരുടെ കാര്യം നോക്കി നടക്കുന്നവരാണ്. അവരെ സേവിച്ചിട്ട് ഒരു കാര്യമില്ല. കൃഷ്ണൻ പറയുകയാണ്, ദേവന്മാര്, നമ്മൾ ഈ ദേവന്മാരെല്ലാം ഇത് ശ്രീഹരിയാണ്, അല്ലാതെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആ നിലയിലും കാണരുത്.
അവന്മാരെല്ലാം അവരവരുടെ കാര്യം നോക്കിയാണ്. ബ്രഹ്മാവ് അങ്ങനെ സൃഷ്ടിച്ചടക്കും, വിഷ്ണു സംരക്ഷിച്ചടക്കും, ശിവന് എവിടെയെല്ലാം തട്ടേണ്ട സമയമാകുമ്പോൾ അവരെ തട്ടാൻ വേണ്ടി അടക്കും, ഇന്ദ്രൻ ബാക്കി കാര്യങ്ങളെല്ലാം സാധിപ്പിക്കാൻ അങ്ങനെ നടക്കുന്നവർ. അവർക്ക് അവരുടേതായ ജോലിയുണ്ട്. അവരോടൊന്നും നോക്കി അവർ തൻകാരം നോക്കി അവരെ കാര്യമേ നോക്കൂ. അവർ വേറെ ആരെ കാര്യമൊന്നും നോക്കില്ല. അവരെ ഒന്നും ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ദേവന്മാർക്കെല്ലാം അവരവരുടെ കാര്യങ്ങളുണ്ട്, തീർത്താ തീരാതെ ജോലിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഒതൊന്ന് ചെയ്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ദേവന്മാർക്ക് തൻകാര്യം നോക്കുന്നവരാണ്. സജ്ജനങ്ങൾ അങ്ങനെയല്ല. സജ്ജനങ്ങൾ പരോപകാരം ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ സമീപിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്, അക്രൂരിൻ്റെ അടുത്തേക്ക് വന്നത്. ഇനി 31 പറയാണ്, ജലവും മണ്ണുകൊണ്ടും കല്ലുകൊണ്ടുമുള്ള പ്രതിമയെല്ലാം ദീർഘകാലം കൊണ്ടാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഈ പ്രതിമേനെല്ലാം ആരാധിച്ചു കഴിഞ്ഞാൽ ദീർഘകാലം കൊണ്ടാണ്. എപ്പോഴും ഭക്തിയായിട്ട് അതിൻ്റെ പിന്നാലെ നടന്നാൽ കാര്യം ചിലപ്പോൾ എത്രയോ കാലം കൊണ്ട് സാധിച്ചെന്ന് വരാം. അതെപ്പോഴാണ് ഗ്രഹങ്ങൾ നല്ല സ്ഥലത്ത് വന്നിരുമ്പോൾ കാര്യം നടക്കും. ജോലി കിട്ടണേ എന്നും പറഞ്ഞിട്ട് എപ്പോഴും വഴിപാടുമായിട്ട് നടന്നു കഴിഞ്ഞാൽ കിട്ടും. എപ്പം കിട്ടും? ജ്യോത്സ്യല്ലേ ജ്യോതിഷപ്രകാരം 2030 ജാനുവരി 10 ജോലി കിട്ടുന്നതാണ് ഉള്ളതെങ്കിൽ എപ്പോഴും പൂജിച്ച് കിടന്നു കഴിഞ്ഞാൽ 2030 ജാനുവരി 10 ജോലി കിട്ടും. അത് ഈ പൂജിച്ചതിൻ്റെ വഴിയൊന്നുമല്ല. അതുകൊണ്ട് പ്രതിമയെല്ലാം ദീർഘകാലം കൊണ്ടാണ് ശുദ്ധീകരിക്കുന്നത്. അത് ശുദ്ധീകരിക്കുക ചെയ്യുന്നത്, അല്ലാതെ കാര്യസാധിപ്പിച്ചേർന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മളെ ശുദ്ധീകരിക്കും. കുറേ കാലം ഭക്തിയായിട്ട് നടന്നാൽ നമ്മളെ ശുദ്ധീകരിച്ചു തരും കുറേ കാലം കൊണ്ട്. സജ്ജനങ്ങൾ ഒറ്റൊരു നോട്ടം കൊണ്ട് തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ് പറയുന്നത്, അല്ലാതെ വേറെ കാര്യമൊന്നുമല്ല. നമ്മളെ കാര്യം നേടുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് 32 പറയാണ്, അങ്ങനെ സജ്ജനമായുള്ള അങ്ങുന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അങ്ങനെ കുറേ സജ്ജനങ്ങളുണ്ട്. അതിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഏറ്റവും ശ്രേഷ്ഠനായ അങ്ങ്. അതുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആര്? കൃഷ്ണനും ബലരാമനും. എന്തിനു വേണ്ടി? അങ്ങ് എന്ത് ചെയ്യണം? പാണ്ഡുപുത്രർക്ക് ക്ഷേമമുണ്ടാക്കുന്നതിനുള്ള ആഗ്രഹത്താൽ അവിടെ മറ്റേ ദേശം, ഏത് ദേശമാണ്? ഇപ്പുറത്തെ ദേശത്ത് കൊളോണിയലിസത്തിന് ശേഷം ലോകം രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഒരു ദേശത്തിലാണ് യാദവ കുലം ഉണ്ടായിരിക്കുന്നത് കൃഷ്ണന്റെ നേതൃത്വത്തിൽ. മറ്റേ ഭാഗം ഉണ്ടല്ലോ, ചൂത് കളിക്കുന്ന സ്ഥലം, അവിടെ അർഹതപ്പെട്ടവർ കഷ്ടപ്പെടുന്നുണ്ട്, പാണ്ഡവന്മാർ. അതുകൊണ്ട് പാണ്ഡവന്മാരുടെ, അതായത് പാണ്ഡവപുത്രർക്ക് ക്ഷേമം ഉണ്ടാക്കാനുള്ള ആഗ്രഹത്താൽ അവരുടെ വൃത്താന്തം അറിയുവാൻ ഹസ്തിനപുരിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആശ്രയിക്കാൻ പറ്റിയ നിങ്ങളെ ഉള്ളൂ. ഏറ്റവും നല്ല ഉത്തമനായിരിക്കുന്ന ആൾ നിങ്ങളാണ്. അവർ പോയി അന്വേഷിക്കാൻ. അപ്പോൾ എന്ത് വേണം? അവിടെ പാണ്ഡുപുത്രന്മാരുണ്ട് മറ്റേ ദേശത്തിൽ, മറുഭാഗം. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന യദുവംശത്തിലുള്ള ആൾക്കാർ ഇപ്പുറത്തെ കാര്യത്തിൽ തല അന്വേഷിക്കുക, അവിടെ എന്താണ് സംഭവിക്കുന്നത്. ലോകം രണ്ടായി തിരിഞ്ഞിട്ടില്ല. ഭാഷ മാറ്റ രാഷ്ട്രങ്ങളായിട്ടെല്ലാം തിരിഞ്ഞത് നമുക്കറിയാലോ ചരിത്രത്തിൽ. അത് ഒരു വശത്തുള്ളതാണ് യാദവ വംശം, യദുവംശം. മറുവശത്താണ് ചൂതുകളിയുടെ നാട്. അവിടെ പാണ്ഡവര്, നീതിമാന്മാരായ ആൾക്കാര്, അവർക്ക് ക്ഷേമം ഉണ്ടാക്കണം. അത് ഇപ്പുറമുള്ള കൃഷ്ണന് താല്പര്യമുണ്ട് അപ്പുറത്തേക്ക്. അതുകൊണ്ട് ക്ഷേമം ഉണ്ടാക്കുവാനുള്ള ആഗ്രഹത്താൽ അവരുടെ വൃത്താന്തം, അവരുടെ കാര്യമെല്ലാം എന്താണെന്ന് അന്വേഷിച്ചു വരുവാൻ അവിടേക്ക് പോകേണ്ടിയിരിക്കുന്നു. അങ്ങാണ് പോകാൻ പറ്റിയ കക്ഷി. ഇനി 33 അച്ഛനായ പാണ്ഡുരാജാവ് അന്തരിച്ചതിന് ശേഷം, അതായത് പാണ്ഡവന്മാരുടെ അച്ഛൻ പാണ്ഡുരാജാവ് അന്തരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കുട്ടികളായ യുധിഷ്ഠിരാദികൾ
അതായത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ യുധിഷ്ഠിര, ധർമ്മപുത്ര, അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, ഇവർ യുധിഷ്ഠിരാദികള് തൻ്റെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്നും അമ്മയോടുകൂടി അവിടെ വല്ലാത്ത കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് താമസിച്ചു വരികയാണെന്നും നാം കേട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്തിരുന്നു കൊണ്ട് വാർസ നാറ്റോ ആയില്ല, ഇതിൽ വാർസ ഏതാണ്, കൃഷ്ണന്റെ രാജ്യമാണോ അല്ല നാറ്റോ ആണോ കൃഷ്ണന്റെ രാജ്യം എന്ന് അവരവരെ കേൾക്കുന്നവർ സ്വയം തീരുമാനിച്ചാൽ ബുദ്ധി വെച്ചിട്ട്. അപ്പോൾ ഒരു കക്ഷികള് മറ്റേ ഭാഗത്ത് പീഡിപ്പിക്കുകയാണ്. ആരെ? പാണ്ഡുവിൻ്റെ മക്കളെയും അമ്മയെയെല്ലാം. അച്ഛൻ മരിച്ചപ്പോൾ ആ രാജാവ് മരിച്ചപ്പോഴും മക്കളെയെല്ലാം ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. അമ്മയോടുകൂടി അവിടെ വല്ലാതെ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് താമസിച്ചു വരികയാണെന്ന് നാം കേട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇപ്പോഴത്തെ കക്ഷികൾ. കണ്ണ് കാണാത്തവനും 34 ബുദ്ധിമോശമുള്ളവനുമായ ധൃതരാഷ്ട്ര രാജാവ്, അവിടെ ഇരിക്കുന്ന രാജാവ് അപ്പൊ തലപ്പത്താരെ പിടിച്ചിരുത്തും? കണ്ണ് കാണാത്ത ബുദ്ധി കുറഞ്ഞ ഒരാളെ പിടിച്ച് തലപ്പത്തിരുത്തും. എങ്കിലല്ലേ കീഴക്കിടന്നിട്ട് കളിപ്പിക്കാൻ പറ്റുള്ളൂ. തലപ്പത്ത് ബുദ്ധിയില്ലാത്ത, കണ്ണ് കാണാതെ എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് കാണില്ല എന്ന് അർത്ഥമല്ല, നാട്ടിൽ നടക്കുന്ന ഒന്നും കാണാനുള്ള കഴിവില്ല, ബുദ്ധിയും ഇല്ല. എന്നിട്ട് അങ്ങനെ ഒരാളെ മുകളിൽ പിടിച്ചിരുത്തിക്കൊണ്ട് പിന്നെ നാണിക്കും കളി. അപ്പൊ കണ്ണ് കാണാത്ത ബുദ്ധിമോശമുള്ള ഒരാളെ ആയ ധൃതരാഷ്ട്ര രാജാവിനെ രാജാവ് ദുഷ്ടന്മാരായ തൻ്റെ മക്കളുടെ ഇഷ്ടക്കനുസരിച്ചുകൊണ്ട്, അപ്പം ദുഷ്ടന്മാരായ തൻ്റെ മക്കളുടെ, അപ്പൊ രാജാവായിട്ട് വലിയ ചിന്തിക്കാൻ കഴിവില്ലാത്ത കണ്ണു കാണാതെ ഒരാളെ പിടിച്ചിരുത്തിയിട്ട് കീഴെ ഇരിക്കുന്നവരെയാണ് ഇവിടെ മക്കളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദുഷ്ടന്മാരായ തൻ്റെ മക്കളുടെ ഇച്ഛക്കനുസരിച്ച് നടക്കുന്നത് അനുജന്റെ മക്കളായ അവരിൽ തുല്യനിലയോടുകൂടി പെരുമാറുന്നതില്ല, അവരോട് തുല്യനിലയിൽ പെരുമാറുന്നില്ല, അത് തീർച്ചയാണ്. അപ്പോൾ ദുഷ്ടന്മാരായ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പെരുമാറുന്നത്. തൻ്റെ അനുജന്റെ മക്കളെ തുല്യനിലയിൽ കാണുന്നില്ല എന്നുള്ളത് തീർച്ചയാണ് എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ അവിടെ ഒരു രാജാവ്, കണ്ണിനെ കാണാതെ ഒരു രാജാവുണ്ട്, ബുദ്ധിയുമില്ല. അദ്ദേഹം തൻ്റെ മക്കളെ ദുഷ്ടന്മാരായ മക്കൾ പറയുന്നതനുസരിച്ച് ചെയ്യുകയാണ്. അനുജനായ മക്കൾ അവിടെയുണ്ട്. അത് പാണ്ഡവര്, അവരെ ഇവരുമായിട്ട് തുല്യമായിട്ട് കാണുന്നില്ല. ഇപ്പൊ കൃഷ്ണന്റെ പ്രത്യേകത എന്താണ്? എല്ലാവരിലും തുല്യത കാണുക. സൈരന്ധ്രി ആണെങ്കിൽ പോലും അതിനും തുല്യത കാണുകയാണ്. ഇവിടെ രാജാവ് 2 തരം പൗരന്മാരായിട്ട് കാണുകയാണ്. എന്നിട്ടോ 35 പോവുക, അതുകൊണ്ട് നീ അവിടത്തേക്ക് പോകണം. ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി നല്ലതോ മോശമോ എന്ന് മനസ്സിലാക്കുക. നീ അവിടെ പോയിട്ട് അവിടുത്തെ സ്ഥിതി നല്ലതാണോ മോശമാണോ എന്ന് നീ അങ്ങ് തീരുമാനിച്ചാൽ മതി. അതറിഞ്ഞ ശേഷം ബന്ധുക്കളായ അവർക്ക് സൗഖ്യം ഉണ്ടാകുവാൻ എന്ത് ചെയ്യണമെന്ന് പിന്നെ അതിനനുസരിച്ച് ഞാൻ ചെയ്തു കൊള്ളാം. അപ്പം നീ എന്ത് വേണം? അവിടെ പോയിട്ട് നല്ലതോ മോശമോ എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി. അതറിഞ്ഞ ശേഷം, അതായത് അവിടെ നല്ലതാണോ മോശമാണോ എന്ന കാര്യം അറിഞ്ഞതിന് ശേഷം ബന്ധുക്കളായ അവർക്ക് സൗഖ്യം ഉണ്ടാക്കുവാൻ എന്തു വേണമോ ആ വിധം ഞാൻ ചെയ്തു കൊള്ളാം. പിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. അവർക്ക് എന്തെങ്കിലും ഈ പാണ്ഡവർക്ക് വല്ല പ്രയാസങ്ങളും അവിടെ ഉണ്ടെങ്കിൽ നീ വന്ന് പറഞ്ഞാൽ മതി. ബാക്കി അവരെ ശരിയാക്കുന്ന കാര്യമെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. ഇപ്രകാരം അക്രൂരനോടും പറഞ്ഞിട്ട് സർവനിയന്താതാവും സർവജ്ഞാനിയുമായ ശ്രീകൃഷ്ണനും ബലരാമനും ഉദ്ധവരും എന്ത് ചെയ്തു? സ്വഭവനത്തിലേക്ക് പോയി. ഇവരെ ചട്ടം കെട്ടി. എന്ത് ചട്ടം കെട്ടി? അവിടെ പോയിട്ട്
അവിടുത്തെ സ്ഥിതിയെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാ. എന്നിട്ട് ലോകം രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് രാജഭരണം അവസാനിപ്പിച്ചിട്ട് ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ ഭാഗത്തുള്ള കാര്യം ആകെ കുഴപ്പത്തിലാണ്. മനുഷ്യരെല്ലാം രണ്ടായിട്ട് തരംതിരിച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. ഒരു ഭാഗം അവിടെ പീഡിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഉദ്ധവനോട് പറയുന്നു, നീ പോയിട്ട്, അക്രൂരനോട് പറയുന്നു, നീ പോയിട്ട് അവിടെ പോയിട്ട് ഒന്ന് നോക്കിയിട്ട് വരണം. എന്നിട്ട് ബാക്കി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, കാരണം ഞാൻ പോയി ശരിയായിക്കോളാം എന്ന് പറയുകയാണ്. നമുക്കറിയാം ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. ചരിത്രം ഭൂമി സൃഷ്ടി മുതൽ വന്നു, കൊളോണിയലിസം വരെ എത്തി. കൊളോണിയലിസം കഴിയുന്നത് വരെ എത്തിയത് ഒരൊറ്റ ചരിത്രമാണ്. അതാണ് ഭാഗവതത്തിലും ഒരൊറ്റ വഴിയിലാണ് പറഞ്ഞു വെച്ചത്. എന്നിട്ട് കൊളോണിയലിസത്തിന് ശേഷം രണ്ട് ചരിത്രം പറയുന്ന തരത്തിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് 10-ാം അധ്യായം രണ്ടാക്കി വിഭജിച്ചിരിക്കുന്നത്. അത് പാരലായിട്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ 10-ൽ തന്നെ 12 എന്ന് പറഞ്ഞാൽ എഴുതിയാൽ പോലെ. എന്തുകൊണ്ടാണ് രണ്ടായിട്ട് തിരിച്ചെടുക്കുന്നത്? ചരിത്രം രണ്ടായി. ഒരു ഭാഗത്തൂടെ ലോകം ഒരു ക്രമത്തിൽ പോകുന്നു, മറ്റേ ഭാഗത്തൂടെ ലോകം വേറൊരു ക്രമത്തിലൂടെ പോകുന്നു. നമുക്കറിയാം, ആധുനിക ചരിത്രവും പഠിക്കുമ്പോൾ കൊളോണിയലിസത്തിന് ശേഷം ലോകം 2 ധ്രുവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലേതിലാണ് കൃഷ്ണൻ, ഏതിലാണ് മറ്റേ പാണ്ഡവർ എന്നെല്ലാം, കൗരവർ എന്നെല്ലാം അവരവർ തീരുമാനിച്ചു കൊടുക്കുക. പക്ഷേ ചരിത്രം തന്നെ പഠിപ്പിക്കും ഏതാണ്, എവിടത്തേക്കാണ് ലോകം എത്താൻ പോകുന്നത്.